وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله والمؤمنون والمؤمنات അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഔലിയാഉ ബഅദ് അവരവരുടെ ഈമാനിന്റെ പ്രഭ കൊണ്ട് പരസ്പരം ഇൻസ്പയർ ചെയ്യേണ്ട ആളുകളാണ്. ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച് അച്ചടക്കത്തോടെ നടക്കുമ്പോൾ ആ കുട്ടി കാരണം മറ്റു കുടുംബങ്ങളിലേക്ക് ഹിജാബിനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ വരണം. അതില്ലാത്ത കുട്ടികൾ അതിലേക്ക് വരണം. ആ കുട്ടിയുടെ സംസ്കാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഈമാനിന്റെ വിഷയത്തിൽ സഹായിക്കുന്നവരാണ്. ആണുങ്ങൾ അങ്ങനെയാണ്, പെണ്ണുങ്ങളും അങ്ങനെയാണ്. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر സമൂഹത്തിൽ നന്മകൾ ഉണ്ടാകണം, തിന്മകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും. സ്വയം നന്നാവുക മാത്രമല്ല, മറ്റുള്ളവരെ നന്നാക്കുക കൂടി ചെയ്യേണ്ടവരാണ് ഈ സമൂഹം. അതിനാണ് നമ്മുടെ മസ്ജിദുകൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മസ്ജിദുകൾ നിലകൊള്ളുന്നത് ആ സംസ്കാരം വിളിച്ചറിയിക്കാനാണ്. നന്മയിലേക്ക് വരണം. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. രാത്രി ഇങ്ങനെ തണുത്തുറഞ്ഞ് വയനാടിൻ്റെ തണുപ്പ് സുബഹി നേരത്ത് ഇങ്ങനെ മൂടി ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യനിങ്ങനെ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് പള്ളിമുനാരങ്ങൾ എന്ന് വിളിച്ചു പറയാൻ ഹയ്യ അലസ്സലാ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ വാക്കുകൾ എന്തൊരു മനോഹരമാണ്. അസ്സലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്യുന്ന അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയുള്ള ഔദ്യോഗികമായ റബ്ബിന്റെ മുമ്പിലുള്ള മീറ്റിങ്ങിന് വിളിക്കുകയാണ് നിങ്ങളെ. ഖൈറുൻ, പടച്ചവനോട് ആ നിങ്ങൾ സംസാരിക്കുന്ന നിസ്കാരം എന്ന റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖൈറും മിനൻ നൗം, നിഷ്ക്രിയരായി നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരണേ, പ്രാർത്ഥന മറന്നു പോവല്ലേ. ഹയ്യ അലൽ ഫലാഹ്, അത് വിജയത്തിന്റെ വഴിയാണ്, വിജയത്തിലേക്ക് വരേണമേ. ഇത് വിളിച്ചു പറയാണ് നമ്മുടെ മസ്ജിദുകൾ. നന്മയിലേക്ക് വിളിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. വയുഖീമൂനസ്സലാഹ് വയുഅ്തൂനസ്സകാഹ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. പൈസയോട് ആർത്തിയില്ല എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാവണം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. പൈസയോട് ആർത്തി പാടില്ല. സമ്പത്തുണ്ടാക്കണം ഹലാലിലൂടെ, പക്ഷെ ആർത്തി പാടില്ല, പിശുക്ക് പാടില്ല. നമുക്ക് പലിശ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദാനശീലം വർദ്ധിച്ചവരാണ്, ധാരാളം കൊടുക്കുന്നവരാണ്. അതിന് മടിയില്ല. യൂസുഫ് അലി സാഹിബൊക്കെ സമസ്തയുടെ സമ്മേളനത്തിൽ എത്ര 7 കോടിയോ ഞാൻ എത്ര വേണമെങ്കിലും കൂടുതൽ ഇനി തരട്ടോ. ഇതൊന്നും എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഉള്ള ആളുകൾക്ക് തന്നെ ആ ഒരു പെട്ടെന്ന് അങ്ങ് വരൂല. എൻ്റെ സെക്രട്ടറിയോട് ചോദിക്കട്ടെ, എൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം ഒന്ന് എടുക്കട്ടെ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, പടച്ചവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ദാനശീലം ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാനം റമളാനിൽ എൻ്റെ വേളൊക്കെ പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. തൊയ്യിബേസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വടകരക്കാരൻ, ഒരു ചെറിയ ഗ്രൂപ്പ്, കുറച്ച് ആളുകളൊക്കെ അവർ എല്ലാ റമളാനിലും കുറച്ച് റമളാൻ കിറ്റുകൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം കൂടിയിട്ട് സ്വരൂപിച്ചിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നാളെ 14-ാം തീയതി നാളെ അതിൻ്റെ വിതരണം തുടങ്ങാൻ. റമളാനാകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ദാനം ചെയ്യാൻ. റമളാനാകുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഇഫ്താർ പരിപാടികൾ നടക്കും. എത്രയോ സംഗമങ്ങൾ, മസ്ജിദുകളിൽ ഇഫ്താറുകൾ, അങ്ങാടികളിൽ, പൊതുനിരത്തുകളിൽ. ഗൾഫ് നാടുകളൊക്കെ സിഗ്നലുകളിൽ ആളുകൾ സ്പീഡിൽ ഓടിച്ച് ഇഫ്താറിന് വേണ്ടി വീട്ടിലെത്താൻ ഓടുമ്പോഴാ ഇഫ്താർ കിറ്റുകൾ സിഗ്നലുകൾ, ട്രാഫിക് സിഗ്നലിൽ പോലീസുകാർ വിതരണം ചെയ്തു കൊടുക്കുകയാണ് എല്ലാ വണ്ടിക്കാരും. അത് ഏത് ജാതി മനുഷ്യനാണോ, നോമ്പുണ്ടോ ഇല്ലേ അവർക്കൊക്കെ കൊണ്ടുപോകാം.
മസ്ജിദുകളുടെ മുമ്പിലൊക്കെ വലിയ വലിയ ടെൻറ്റുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇഫ്താർ കഴിച്ചു പോവാൻ. ആരും ചോദിക്കൂല അവിടെ നീ മുസ്ലിമാണോ, നോമ്പിട്ടുണ്ടോ, ഒന്ന് ഫാത്തിഹ ഓതിക്കൊന്നുമില്ല, അവിടെ ആർക്കും വന്ന് കഴിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾക്ക് സഹായിച്ച ആളുകൾ, ഞാൻ അല്ലാഹു അക്ബർ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അവർ ചെയ്ത സേവനം ഓർക്കുകയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അവരുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് മസ്ജിദുകൾ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഇഫ്താർ ഈ വർഷവും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വലിയ വിജയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ സത്യസന്ധരായ നൈജീരിയക്കാരായ പ്രവർത്തകരും അവിടുത്തെ ആലിമീങ്ങളും സയ്യിദ് ഹുദവിയുടെ കൂടെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അല്ലാഹു ഇതിനൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷത്തിലും സഹായിച്ചവർ, സഹായിക്കാൻ പോകുന്നവർ, നമ്മുടെ നാടുകളിലെ എല്ലാ നന്മകൾക്കും കൂടെ നിൽക്കുന്ന മുസ്ലിം ബഹുജനങ്ങൾ, അല്ലാഹുവിൻ്റെയൊക്കെ എല്ലാ നന്മകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്ത് ദാനത്തിൻ്റെ ഉമ്മത്താണ്, ഔദാര്യത്തിൻ്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് പിശുക്കിൻ്റെ ആളുകളല്ല. ഈ ഉമ്മത്ത് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന ആർത്തിയുള്ള ആളുകളല്ല. പിന്നെയോ അത് അല്ലാഹുവിൻ്റെ വഴിക്ക് കൊടുക്കേണ്ടവരാണ്. വയുതൂന സകാത്ത് കൊടുക്കേണ്ടവരാണ്. ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. പാവപ്പെട്ട ആളുകൾക്ക് മുസ്ലിമിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. വൽ മഹ്റൂം, സായിൽ ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം ഇല്ലാത്ത പാവപ്പെട്ടവർക്കും ഒരു മനുഷ്യന്റെ സമ്പത്തിൽ അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്ത് ബഅലുഹും മൗലിയാഉ ബഅൽ, നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് സഹായിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം. അല്ലാത്ത വിഷയത്തിൽ സഹായിക്കാനൊക്കെ ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ ഉണ്ട്. ഈമാന്റെ വിഷയത്തിൽ സഹായിക്കാൻ ആളുകളില്ല, കുറവാണ്. എന്നാലും നല്ല മക്കൾ നന്നായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ദീനിൻ്റെ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അതിൽ നന്മ ചെയ്യുന്നവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ, ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരെ അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യും, അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ ഉമ്മത്തിൻ്റെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ ഭക്ഷണം ഹലാലാകണം, ജോലി ഹലാലാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞത് അതാണ് മുസ്ലിം ബഹുജനങ്ങളോടും അല്ലാഹുവിന് പറയാനുള്ളത്. യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരോട് മാത്രം അല്ലാഹുവിൻ്റെ അഡ്രസ് ഉണ്ട്. അത് മുഅ്മിനീങ്ങളോടും അത് തന്നെയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സംശുദ്ധിയുള്ളവനാണ്, ശുദ്ധമായതും പവിത്രമായതും മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരോട് എന്താണോ നിഷ്കർഷിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്താ പ്രവാചകനോട് പറഞ്ഞെന്നറിയോ? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമേ. നല്ല ഭക്ഷണം, ത്വയ്യിബാത്. ഹലാലിൽ നിന്നും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തതാണ് ത്വയ്യിബാത്. ഇപ്പോൾ ജങ്ക് ഫുഡ് ഹലാലല്ലേ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. ത്വയ്യിബാണോ? ത്വയ്യിബല്ല. നമുക്ക് ഹെൽത്തി ആണോ? അത് ഹെൽപ്ഫുൾ ആണോ? അല്ല. ആണോ? കുറേ എണ്ണയിൽ പൊരിച്ചെടുത്തതും പാതിരാക്കൊക്കെ പോയിട്ട് 2 മണി 3 മണിക്ക് പോയിട്ട് പൊറോട്ടയും ബീഫ് അടിച്ച് പോരുക. അപ്പോൾ ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ആ നേരത്തത് ത്വയ്യിബല്ല. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അവിടെ പോയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിച്ച് പോരുക. ഇതൊക്കെ കഴിച്ചിട്ട് മേലെ ഒരു കപ്പ് നിറയെ ഐസ്ക്രീമും കഴിക്കുക. പടച്ചോനെ, എത്ര കാലറിയാണ്, എത്ര കലോറിയാണ് നമ്മൾ അകത്താക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭക്ഷണം അനിയന്ത്രിതമായി ആഹരിക്കുന്നുണ്ട്. ത്വയ്യിബല്ലാത്തത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ,
ഈ കോള പെപ്സി എന്നൊക്കെ പറയില്ലേ, ഹലാലാണോ? ഹലാലാണ്. തൊയ്യിബാണോ? ഡോക്ടർമാർ പറയുന്ന അവരുടെ റിവ്യൂകളൊക്കെ നോക്കണം. ഇത് നല്ലതാണോ? അല്ലേ, നല്ലതല്ലേ, തൊയ്യിബല്ല, അത് ഹലാലാണ്, കുറ്റൊന്നും കിട്ടൂല. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടം നിങ്ങൾ തൊയ്യിബ് കഴിക്കുന്നതാണ്. നിങ്ങളുടെ തടിക്ക് കേടുവരാത്ത ഭക്ഷണം കഴിക്കുക. കൊളോണിയൽ രാജ്യങ്ങളുടെ കുത്തക പ്രൊഡക്റ്റുകൾ കഴിക്കൽ അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ഒരു കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ? കുറേ ഒരു ഹെൽത്തി കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. വരണം, തൊയ്യിബ് കഴിക്കണം. ഹലാല് മാത്രം പോരാ, മനുഷ്യൻ തൊയ്യിബിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഹെൽത്തി ആയിരിക്കണം, ഹാംഫുൾ ആവരുത്. ശരീരത്തിൽ നമ്മുടെ ഹാർട്ട് അടിച്ചു പോകുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ പാൻക്രിയാസിനെ തകർക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നല്ല നിലക്കുള്ള സംവിധാനങ്ങളെ തകർത്ത് കളയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഡയബറ്റിക്കായി പോവാണ്. എന്തേ? ഇപ്പോഴത്തെ ചോക്ലേറ്റുകളുടെ ഷുഗറി കണ്ടൻറ്റുകൾ. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്നപ്പോൾ കൊട്ടയിലൊക്കെ കുറേ തോണിയിലും കൊട്ടയിലും ലോറിയിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടി എന്ന് തോന്നുന്നല്ലേ. ഏതോ ചോക്ലേറ്റ് കച്ചവടക്കാരനെ ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ്. ഇവിടെ നാട്ടിലാരും വാങ്ങാത്തിരുന്നപ്പോൾ അതങ്ങ് ട്രെൻഡായി മാറി. ആരതൊക്കെ കഴിക്കണത്? ഒരു ചോക്ലേറ്റ് പീസ് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഷുഗർ കണ്ടൻറ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി മനുഷ്യൻ നശിപ്പിക്കുകയോ വേസ്റ്റാക്കുകയോ ചെയ്യുന്ന. ഈ ചെറിയ മക്കൾ ഇങ്ങനത്തെ എടുത്ത് തിന്നും. ചെറിയ മക്കൾ ഡയബറ്റിക്കുകളാകാണ്. ചെറിയ മക്കൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. എന്തേ? നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെ മിഠായികളല്ല ഇപ്പോഴത്തേത്. ഹൈലി ഷുഗർ കണ്ടൻ്റാണ് അതിൽ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ തൊയ്യിബേ മക്കൾക്ക് കൊടുക്കാവോ? മക്കളിപ്പോൾ ചോദിച്ചെന്ന് വരും. ചില ചിപ്സുകൾ അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, മക്കൾ അഡിക്റ്റായി പോകും. പക്ഷേ അത് തൊയ്യിബല്ല, ഹാംഫുള്ളാണ്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് ടേസ്റ്റിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മറ്റ് പ്രിസർവേറ്റീവുകൾ, ഇതൊക്കെ ശരീരത്തിന് ഹാംഫുൾ ആയിരിക്കും. ഹാംഫുൾ ആണോ? അത് തൊയ്യിബല്ല. ഹലാലാണ്, ഹലാലാണ്. തൊയ്യിബാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. മുർസലീങ്ങളോട് പറഞ്ഞതാണത്, പ്രവാചകന്മാർ. നിങ്ങൾ തൊയ്യിബേ തിന്നാവൂ. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. എന്നാലേ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാവുകയുള്ളൂ, സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ത്വയ്യിബാത്ത് ഭക്ഷിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര പോകുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് യാത്ര ചെയ്ത് മുസാഫിറായി, കുളിക്കാൻ പറ്റിയില്ല, ഡ്രസ്സ് മാറാൻ പറ്റിയിട്ടില്ല, മുടി ചീകി വെക്കാൻ പറ്റിയില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, പൊടി പിടിച്ച് വിയർത്ത് നാറി വളരെ കാണുമ്പോൾ വേദന തോന്നുന്ന വിധം പൊടി പിടിച്ച് ജട പിടിച്ച് നഖങ്ങളൊക്കെ വളർന്ന് ഒരു ഫക്കീറാൻ, ഒരു മിസ്കീനാൻ, ഒരു ദർവേഷ് എന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ. യഖൂലു ഐ റബ്ബ്, എൻ്റെ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനിങ്ങനെ ദുആ ചെയ്യുന്നത് കാണാം. വമത്അമുഹു ഹറാം, അദ്ദേഹത്തിന് ഹലാലായ പൊരുത്തത്തിലൂടെ നൽകപ്പെടാത്ത എത്രയോ സാധനങ്ങൾ എടുത്ത് കഴിക്കുന്ന ആളാണ്. മൽബസുഹു ഹറാം, ഉടുത്തു നടക്കുന്ന വസ്ത്രം അയാൾ വാങ്ങിച്ചതോ അയാൾക്ക് കിട്ടിയതോ അല്ല, എവിടെന്നോ ആരുടെയോ പൊരുത്തല്ലാതെ എടുത്തു കൊണ്ടുപോകുന്നതായിരിക്കാം. വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, ചെറുപ്പം മുതലേ തിന്നുന്നത് മുഴുവനും ഹറാമിന്റെ ഭക്ഷണമാണ്. അന്നാ യുസ്തജാബു ലഹ്, ഈ മനുഷ്യൻ ഐ റബ്ബ്, എൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞ് ഈ കോലത്തിലിരിക്കുമ്പോൾ അല്ലാഹ് ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആ മനുഷ്യന്റെ ശരീരം മുഴുവനും ഹറാമിലാണ് നിലകൊള്ളുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഹറാമിൽ കുളിച്ച് നിൽക്കുകയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കൾ ചെയ്യുന്ന തൊഴിൽ, അവർ പഠിക്കുന്ന കോഴ്സുകൾ ഹലാലായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനുള്ളതായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി അവരെ ഗൈഡ് ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഖൈർ ചെയ്യട്ടെ, അള്ളാഹുർക്ക് ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയുടെ വക്താക്കളായി നിലകൊള്ളാൻ അള്ളാഹു നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. പടച്ചവന് വേണമെങ്കിൽ എല്ലാവരെയും നന്നാക്കാൻ അള്ളാഹു കഴിയും. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ, എല്ലാ മനുഷ്യരെയും വിശ്വാസികളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. ഏതുപോലെ ഒരു പരീക്ഷ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടികളെ മുഴുവൻ ജയിപ്പിക്കാൻ ടീച്ചർക്ക് പറ്റും. ഉത്തരം ഇങ്ങനെ മെല്ലെ മെല്ലെ സൈഡ് കൂടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി.
അല്ലേ? അതല്ല ഇതാണ് ശരിയെന്ന് വെറുതെ അങ്ങനെ കയ്യെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചീറ്റ് ചെയ്താൽ മതി. എക്സാം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ആ കുട്ടികളെ അധ്യാപകന് വഞ്ചനയിലൂടെ എല്ലാവരും ജയിപ്പിക്കാൻ പറ്റും. ഇതുപോലൊരു പരിപാടി അള്ളാഹ്ക്കും ഈ ലോകത്ത് ചെയ്യാമായിരുന്നു. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് ശരിയുത്തരവും നേരുത്തരവും ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. നമ്മളത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴേക്കും പിടിച്ചെടുക്കുക, ചെയ്യല്ലേ, ചെയ്യണോ വേണ്ടേ തീരുമാനിക്കാനുള്ള ബുദ്ധിയും കഴിവും നിനക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ്. പക്ഷെ ഒരു എക്സാം അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെ പടച്ചതമ്പുരാന് വേണമെങ്കിൽ എല്ലാവരെയും അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാക്കാൻ പറ്റും. അള്ളാഹു ഇത് ചെയ്യൂല. നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് നബിയേ, ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ദീനിലില്ല. ആരെയും ഇസ്ലാം നിർബന്ധിക്കൂല, ആരെയും നിർബന്ധിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, ഇല്ലേ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ എടുത്താൽ അതിൻ്റെ ഗുണവും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കോൺസിക്വൻസുകളും അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നിങ്ങളുടെ ദീനീ ബോധത്തിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത പല ട്രെൻഡുകളും നിങ്ങൾക്ക് കാണേണ്ടി വരും. പല ട്രെൻഡുകളും ലോകത്ത് വരും. ഞാൻ പേടിക്കുന്ന വലിയൊരു ട്രെൻഡ് ടാറ്റു ട്രെൻഡാണ്. പച്ചകുത്തുന്ന ട്രെൻഡ്. നമ്മുടെ കുട്ടികളെ ദേഹത്തൊക്കെ അത് കാണാൻ തുടങ്ങുമോ എന്ന് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വളകളും ചരടും അതൊക്കെ ആയി തുടങ്ങി. മന്ത്രിച്ചൂരി കെട്ടിയെന്നല്ലേ ഈ പറയണത്. വെറുതെ മോഡലിന് എന്തൊക്കെയോ വാരിക്കോരിക്കെട്ട പല ചെയിനുകൾ കഴുത്തിൽ, കൈകളിൽ വളകൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത്, പെൺകുട്ടികളെ പോലെ കാലിൽ പാദസരിട്ട് നടക്കുക, കാലിൽ വിരലുമ കൊണ്ടിട്ട് മോതിരിടുക, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളുടെ കളികളൊക്കെ ആൺകുട്ടികൾ കളിക്കാൻ തുടങ്ങുക, ആൺകുട്ടികളുടെ ചില കളികളൊക്കെ പെൺകുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്കാര ശൂന്യത എന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു തുടങ്ങി, അല്ലേ? അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകട്ടെ. ഇത്തരം ട്രെൻഡുകൾ ആരാണോ തുടങ്ങി വെക്കുന്നത് അവരെ കോപ്പിയടിച്ച് പിന്നിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും കുറ്റം ഈ തുടങ്ങി വെച്ച ആളുകൾക്കുണ്ടാവും. ആണ് പെണ്ണാകുന്ന പരിപാടിയും ആണും ആണും കല്യാണം കഴിക്കുന്നതും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതും ഇതൊക്കെ ഒരു അച്ചടക്കമുള്ളൊരു സമൂഹത്തിൽ ആരതിനെ ബ്രേക്ക് ചെയ്തുവോ, ആരാണോ ഈ നോംസിനെ ബ്രേക്ക് ചെയ്തത്, അത് പുരോഗമനവാദം. ചെറുപ്രായല്ലേ, മക്കൾക്ക് വലിയ ബോധമൊന്നുണ്ടെന്ന ബോധവും വിവരവുമുള്ള പണ്ഡിതരോ ജ്ഞാനമുള്ള ആളുകളോ പറഞ്ഞു തരുമ്പോൾ ഒന്ന് റെസ്പെക്റ്റെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൗഫീഖ് അല്ലാഹു കൊടുത്തതിന്. അറഗൻസാണ്. അവരൊക്കെ ആരാ പറയാൻ? അവരൊക്കെ വാദത്തിനെതിരാണ്. അവർക്ക് ലോകം തിരിയില്ല. അവർ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ, ആരൊക്കെ ഈ പരിപാടി തുടങ്ങി വെക്കുന്നുണ്ടോ അവരെ പിൻപറ്റി ആരൊക്കെ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് വരുമോ, ഈ തുടങ്ങി വെച്ചവർക്ക് മുഴുവൻ ആളുകളുടെയും കുറ്റത്തിൻ്റെ സമാനമായ കുറ്റം ഇവരുടെ ചുമലിൽ ചാർത്തപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ ഹബീബിൻ്റെ ഉമ്മത്താണിത്. ആ ഉമ്മത്തിൻ്റെ സുശക്തമായ, സുഭദ്രമായ, മനോഹരമായ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആ മതിലിൽ ആദ്യത്തെ വിള്ളലുകൾ ഉണ്ടാക്കിയവരാരോ അവർക്ക് അവരുടെ പിറകെ വരുന്ന ആളുകളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഹാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ട് മക്കളിൽ, ആദ്യത്തെ രണ്ട് മക്കളിൽ ഏബൽ ആൻഡ് കെയ്ൻ, ഹാബീലും ഖാബീലും. ഈ കെയ്ൻ എന്ന് പറയുന്ന ആളാണ് ഖാബീൽ. ഖാബീലാണ് ആദ്യത്തെ കൊലപാതകം ചെയ്തത്. ലോകത്ത് നടക്കുന്ന എല്ലാ മർഡറുകളുടെയും കൊലപാതകങ്ങളുടെയും പാപങ്ങളുടെ ഒരംശം എന്നല്ല, ആ പാപങ്ങളുടെ അതേ കുറ്റം താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ കൂടെ ലോകത്ത് നടന്ന കൊലപാതകങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ പാപഭാരം ഖാബീൽ ഖൈൻ എന്ന് പറയുന്ന മകൻ ഏറ്റെടുക്കേണ്ടി വരും. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, ഹി ഈസ് ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ഇറ്റ്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ വക്താക്കളായിട്ട് നിലകൊള്ളുക. ഫമൻ അൻകറ സലിം, ഒരു തിന്മയെ നിങ്ങളത് തിന്മയാണെന്ന് പറയുന്നുണ്ടോ അത്തരം ആളുകൾ സുരക്ഷിതരാണ്. പുണ്യനബി നിങ്ങൾ പറയാ, നിങ്ങളതിനെ നിരോധിക്കണം, നിങ്ങളതിനെ എതിർക്കണം. ആ ഒരു കാര്യത്തെ സദാചാര ബോധത്തോടുകൂടെ ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട്
പ്രതിരോധിക്കാൻ കഴിയുന്ന പോലെ തിന്മകളെ പ്രതിരോധിക്കണം. വമൻ കരിഹ ബരി, ആരെങ്കിലും ആ തിന്മയെ വിരോധിച്ചില്ല, അതിനെതിരെ ഒരു കമന്റോ ഒരു വീഡിയോയോ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തു, എനിക്കത് ഇഷ്ടമല്ല, ഈ കാണിക്കുന്നത് കോപ്രായത്തരമാണ്, ഇത് മനുഷ്യത്വമില്ലായ്മയാണ്, സംസ്കാര ശൂന്യതയാണ്, ഇത് വിവരമില്ലായ്മയാണ്, എനിക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സുകൊണ്ട് വെറുക്കുന്നവർ ബരി, അവർ നിരപരാധികളാണ്. വലാകിൻ മൻ റദിയ വതാബ, നോക്കണേ, ആരൊക്കെ അതിനെ തംസപ്പ് കൊടുക്കുന്നുണ്ടോ അതിനെ തൃപ്തിപ്പെടുകയും ലൈക്ക് ചെയ്യുക. റദിയ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ചെയ്യാന്ന. താബ എന്ന് പറഞ്ഞാൽ ഫോളോ, ലൈക്ക് ആൻഡ് ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കാര്യം അപകടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലൈക്കും ഫോളോ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹദീസിൽ പുണ്യ നബി തങ്ങൾ ഉപയോഗിച്ച്. മൻ റദിയ വതാബ. റദിയ എന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാന്ന്, താബ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഓശാനം പാടുകയും അതിനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടും അതിനെ ഫോർവേഡ് ചെയ്തിട്ടും അതിന് കമൻ്റ് ഇട്ട് കൊടുത്തിട്ടും അതിനുവേണ്ടി ചിന്താബാധ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അർപ്പിക്കേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്ലാഹു തആല കാര്യബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയുസ്തഅമലു അലൈക്കും ഉമറാഉൻ യദ്ലിമൂന അന്നാസ വയക്ദിബൂന ഫിൽ ഹദീസ്. നിങ്ങൾക്ക് നേതാക്കന്മാരായി വരാൻ പോകുന്ന ചില ആളുകളുണ്ട്. സയുസ്തഅമലു അലൈക്കും ഉമറാ, നിങ്ങളുടെ അധികാരികളായി, നിങ്ങളുടെ മേലാളന്മാരായി, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായി, നിങ്ങളുടെ നേതാക്കന്മാരായി. ഉമറാഉൻ യദ്ലിമൂന അന്നാസ്, ജനങ്ങളോട് അനീതി ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഭരണാധികാരങ്ങളിലേക്ക്, ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് വരും. വയക്ദിബൂന ഫിൽ ഹദീസ്, എന്ത് സംസാരിച്ചാലും, പത്രസമ്മേളനമാണെങ്കിലും, നിയമസഭയാണെങ്കിലും, രാജ്യസഭയാണെങ്കിലും, പാർലമെന്റ് ആണെങ്കിലും, പൊതുസമ്മേളനമാണെങ്കിലും പച്ച നുണകൾ വിളിച്ചു പറയും. അതൊന്നൊരു മടിയില്ലാത്ത കാര്യമാണ്. വലിയ അത്ഭുതമാണത്. ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുജനങ്ങളെ, ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ട ആളുകൾ ബേസ്ലെസ്, ഒരടിസ്ഥാനവുമില്ലാത്ത വർഗീയതകൾ ഇങ്ങനെ വിളിച്ചു പറയാം. ഒരു കുഴപ്പമില്ലാത്ത നാട്ടുപേരുടെ കുഴപ്പമുണ്ടെന്ന് പറയാം. യക്ദിബൂന ഫിൽ ഹദീസ്, അവരുടെ വാക്കുകളിൽ അവർ നുണ പറയും. അത്തരം ആളുകൾ നിങ്ങളുടെ മേൽ ഭരണാധികാരികളായി വരുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കഴിയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ സദ്ദഖഹും ഫീ കദിബിഹിം, അവർ പറയുന്ന നുണകൾ സത്യമാണെന്ന് വിളിച്ചു പറയാനും കൂടെ നിൽക്കാനും സന്നദ്ധത കാണിക്കുന്നവർ, ഔ ആനഹും അലാ ദുൽബിഹിം, നിരപരാധികളായ ആളുകളോട് അനീതി ചെയ്യുമ്പോൾ ആ അനീതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ, ഫലൻ യരിദ അലയ്യൽ ഹൗള്, അന്ത്യനാളിൻ്റെ വിചാരണ കഴിഞ്ഞ് ദാഹാർത്തരായി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് തൊണ്ട വറ്റി വരണ്ട്, ആ വരണ്ട മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന മൗഖിഫിൽ നിന്ന്, ഹിസാബിൻ്റെ മരുഭൂമിയിൽ നിന്ന്, ഹിസാബിൻ്റെ മൈതാനത്ത് നിന്ന് വിചാരണ കഴിഞ്ഞൊരിറ്റ് വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ, എൻ്റെ ഹൗദൽ കൗസർ അല്ലാതെ കുടിക്കാൻ വേറെ വെള്ളമില്ലാത്ത ഒരു നാളാണത്. ഫലൻ യരിദ അലയ്യൽ ഹൗദ്. തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളെ പ്രതിരോധിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സാധാരണക്കാർക്ക് പോലുമുണ്ട്. ആ തിന്മകളെ പ്രതിരോധിക്കേണ്ടതിന് പകരം ആ തിന്മകൾക്ക് ഓശാന പാടുകയും ആ തിന്മകൾക്ക് കൂടെ നിൽക്കുകയും ചെയ്ത ആളുകൾ എൻ്റെ പരിശുദ്ധമായ ഹൗദുൽ കൗസറിൻ്റെ അരികത്തേക്ക് വരികയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിൻ്റെ ഹബീബിന് നഹറുൻ അഅ്താനീഹി റബ്ബി, എൻ്റെ റബ്ബെനിക്ക് തന്ന പരിശുദ്ധമായ ഒരു നദിയാണ്, ജലാശയമാണ് ഹൗദുൽ കൗസർ. മനുഷ്യൻ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത അതിരുചികരമായ പാനീയമാണത്. അതിലെ കോപ്പകൾ ആകാശത്തെ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളം ഉണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് നിങ്ങൾ ആ ദേഹത്ത് ദാഹാർത്തരായി വരുമ്പോൾ എൻ്റെ ഹൗദൽ കൗസറിലെ വെള്ളം കൊണ്ട് ദാഹം നിങ്ങൾക്ക് ശമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനീതിക്കും നിങ്ങൾ കൂടെ നിൽക്കരുത്, ഒരനീതിയുടെ കൂടെയും നിൽക്കരുത്, ഒരു അനീതിക്ക് ഓശാന പാടരുത്, ഒരനീതി പറയുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളത് ചെയ്താൽ എൻ്റെ ഹൗദൽ കൗസർ നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ മസലി വമസലുക്കും, പ്രവാചകനായ ഞാനും എൻ്റെ അനുയായികളായ നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, തണുപ്പുള്ള ഒരു രാത്രിയിൽ ചൂട് കായാൻ വേണ്ടി കുറച്ച് മരക്കൊള്ളികൾ കൊണ്ടുവന്ന് തീ കത്തിച്ച് തീ കായുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു മനുഷ്യൻ കുറെ വിറക് കൊണ്ടുവന്ന് തീയിട്ടു. ആ തീ എന്തിനാണ്? തണുത്തു കോച്ചുന്ന ആ രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ തീയിട്ട് ചൂട് കായാൻ വേണ്ടി തീയിട്ടൊരു മനുഷ്യനെ പോലെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം. അങ്ങനെ തീ ഇങ്ങനെ കത്തി അവിടെ വെളിച്ചവും പ്രഭയും ചൂടുമായപ്പോ ഹത്താ ഇദാ അളഅത് മാ ഹൗലഹു ജഅല അൽ ഫറാശു യതസാഖതു ഫീഹാ വഹാദിഹി ദവാബ്, കുറേ പാറ്റകള്, വെളിച്ചം കണ്ടാൽ ഓടി വരുന്ന പ്രാണികള് അതിൻ്റെ തീയിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഫജഅല യംഫീഹിന്ന ബിയദിഹി, ആ പാറ്റകൾ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ തട്ടിമാറ്റുന്നുണ്ട്. ഇവിടേക്ക് വരല്ലത് തീയാണ്, ചൂട് എന്ന് വിചാരിച്ച് തണുത്തുറച്ച് നിൽക്കുന്ന രാവിൽ ചൂട് കായാൻ വേണ്ടി തീയിനോട് ഇഷ്ടപ്പെട്ട് ആ പാറ്റകൾ വന്ന് തീയിൽ വന്ന് വീഴുമ്പോ കൈകൊണ്ട് ആട്ടി മാറ്റുന്ന ആളെ പോലെയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുന്ന യഖ്തഹിമന ഫയഖഅന ഫീഹാ, ഇങ്ങോട്ട് വരല്ലേ ഇത് തീയാണ് എന്ന് കൈകൊണ്ട് വകഞ്ഞു മാറ്റുമ്പോൾ ആ കൈയിനെ മറികടന്ന് ആ പാറ്റകൾ തീയിൻ്റെ അരികത്തേക്ക് വരികയും അവയുടെ പാവം ചിറകുകൾ കരിഞ്ഞ് ആ തീയിലേക്ക് അവകൾ വീഴുകയും ചെയ്യുകയാണ്. അലാ വ ഇന്നി മുംസികുൻ ബിഹുജസികും അനിന്നാർ, ജനങ്ങളെ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് നിങ്ങളുടെ അരയിലെ വസ്ത്രത്തിന് പിടിച്ച് നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. വ അൻതും തഫ്ലിതൂന മിൻ യദയ്യ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി നരകത്തിലേക്ക് ഓടുകയാണോ? നരകം കണ്ട ആളാണ് ഞാൻ, സ്വർഗം കണ്ട ആളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ മലകൂത്തുസ്സമാ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് എൻ്റെ പടച്ചവന് ഇഷ്ടമെന്ന് അത് പറഞ്ഞു തരാൻ വന്ന പ്രവാചകന്മാരിലെ 1,24,000 അന്ത്യപ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് കുതറി ഓടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. നമ്മളോട് അരുതെന്ന് പറഞ്ഞത് ലഹരിയും മദ്യവും വ്യഭിചാരവും തോന്നിവാസങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകൊണ്ട് തൊടാനോ കാണാനോ പിടിക്കാനോ അനുഭവിക്കാനോ പാടില്ലാത്തത് എന്തിനേ നിങ്ങൾ ഹലാലുകൾ ഒഴിവാക്കി ഹറാമിലേക്ക് പോകുന്നത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് ഈ തീ കത്തിച്ച ആളിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ വന്നത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പടച്ചതമ്പുരാൻ നിങ്ങളെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഈ ലോകം വളരെ പെട്ടെന്ന് അവസാനിക്കും. അസുഖമായി, വലിയ വലിയ അസുഖങ്ങളായി, അപകടമായി, പെട്ടെന്നുള്ള മരണമായി, ജീവനൊടുങ്ങി ആയുസ് അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒരു പൊതുജീവിതത്തിൻ്റെ ആരംഭമാണ് മരണം. മരണം ഒരവസാനമല്ല, മരണം ഒരാരംഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വന്നവർ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, സ്റ്റുഡൻസിനോട് പറയുകയാണ്, പ്രായപൂർത്തിയായ മക്കളെ, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നന്നാവുകയാണെങ്കിൽ ഖൈറുൽ ലക മിൻ ഹുംറിൻ നിഅം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാറ്റിനേക്കാളും വലുത്. ഒരു കുട്ടിയോട് ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി മാസത്തിൽ മോനെ നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 17 Pro Max ഐഫോൺ അല്ലേ അത് വേണമെന്നായിരിക്കും പറയാം. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് 20, 35, 55 ഒക്കെ ആയിപ്പോകും. നിങ്ങൾക്കതിനേക്കാളൊക്കെ ഹൈറ് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിൻ്റെ കൂട്ടുകാരൻ ഒരു തിന്മയിൽ നിന്ന് പിന്മാറുന്നതാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു ലൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ലൈൻ പിടിച്ചിട്ട് പവർ ലൈൻ ആക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയോട് ഹറാമായൊരു ബന്ധം നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓശാനം പാടലല്ല മക്കളെ, വേണ്ടടാ, അത് ഹറാമാണ്. നീ ഹറാമിൽ ചെന്നുപെടും, ആ പെൺകുട്ടിയുടെ ജീവിതം പോകും, നിന്റെ ജീവിതം അവിശുദ്ധമായി പോകും.
ഒരു വിവാഹവും ഒരു നിക്കാഹവും കഴിഞ്ഞ് പടച്ചവൻ ഹലാലാക്കുന്നൊരു ബന്ധം അല്ലാഹു തരുന്നത് വരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ, ഒന്ന് പിടിച്ചു നിന്നൂടെ, നമുക്കത് വേണ്ടടാ എന്ന് തൻ്റെ കൂട്ടുകാർക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതിനേക്കാളും വലുത് നിന്റെ കൂട്ടുകാരൻ നിന്നെ കൊണ്ട് നന്നാവലാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു വീട്ടിലൊരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു ജൂതൻ്റെ വീടാണത്. അവിടെ ഒരു ചെറുപ്പക്കാരൻ ജൂതൻ്റെ മകനാണ്, 10-20 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്തോ സംഭവിച്ച് ആ ചെറുപ്പക്കാരൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകുമ്പോൾ നബി തങ്ങളുടെ കൂടെയുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്, അങ്ങനെ മരിക്കാൻ പോവുകയാണ്. പുണ്യനബി തങ്ങൾക്ക് തോന്നി ഇനി ചെറുപ്പക്കാരൊരിക്കലും ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കാം. കലിമ ചൊല്ലുന്നത് എന്തിന്? മരിക്കാൻ പോകുന്ന ഒരാൾ ഹബീബ് ഇത് ചെയ്യുന്നത് എന്തിനാണ്? അതൊക്കെ നിരൂപിക്കുന്ന ആളുകൾ കാണണം, അറിയണം. എന്തിന്? നബിക്ക് എന്തുപകാരമാണ് കിട്ടാൻ പോകുന്നത്? ഹബീബിന് സിന്ദാബാദ് വിളിക്കാൻ ഈ ചെറുപ്പക്കാരനെ കിട്ടോ? ഡെത്ത് ബെഡിൽ കിടക്കുകയാണ്, മരണം കൺമുമ്പിൽ കണ്ടു കിടക്കുകയാണ്. ഹബീബിന്റെ അനുയായികളിൽ എണ്ണം കൂട്ടാനാണോ ഇത്? ഒരിക്കലുമല്ല. ഹബീബിന് ഇദ്ദേഹത്തെ കിട്ടിയിട്ട് എന്തു ചെയ്യാൻ? അദ്ദേഹം മുസ്ലിം ആകുന്നതോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അദ്ദേഹത്തിന്റെ ജനാസ എടുക്കണം. കഫം പുടക്ക് പൈസ വേണം, ജനാസ ഖബർ കുഴിക്കണം, അയാൾക്ക് മറവ് ചെയ്യണം, അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം. ഈ ബാധ്യതകളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇയാളെ കൊണ്ട് ഒരു ആൾബലമുണ്ടാക്കാൻ പുണ്യനബി ചെയ്തു എന്ന് ചിന്തിക്കാൻ പോലും തരമുണ്ടോ ഇവിടെ? അത്രയും നിഷ്കളങ്കമായൊരു മുഹൂർത്തം. ആ ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹുവാണെന്നും മുഹമ്മദ് നബി അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമോനെ. ഇത് പറഞ്ഞപ്പോൾ ആ മോൻ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. വാപ്പ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. വാപ്പ പറഞ്ഞു, മോനെ, ഖുൽ മാ അമറക ബിഹി അബുൽ ഖാസിം. അബുൽ ഖാസിം എന്നത് റസൂലുള്ളാഹിന്റെ പേരാണ്. അബുൽ ഖാസിം തങ്ങളുടെ കുഞ്ഞത്താണ്, തങ്ങളുടെ അപരനാമമാണത്. അബുൽ ഖാസിം തങ്ങൾ പറയുന്നത് പോലെ ചെയ്തേക്ക് മോനെ, എനിക്ക് വിരോധമില്ല. ആര് പറഞ്ഞു? ജൂതനായ വാപ്പ പറഞ്ഞു, മോനെ നീ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ആ മോൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വാങ്ക് വിളിക്കാനുള്ള സമയം പോലും ഉണ്ടായില്ല, ഒരു ഒളു എടുക്കാൻ പോലുമുള്ള നേരമുണ്ടായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബ തങ്ങൾ പറഞ്ഞു, ഖുദൂ സാഹിബക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ സ്വീകരിച്ചേക്കൂ സ്വഹാബികളെ. ആ കൂട്ടുകാരന് വേണ്ടി ഖബർ കുഴിക്കണം, ആ കൂട്ടുകാരനെ കുളിപ്പിക്കണം, ഹാനൂത്ത് സുഗന്ധം പുരട്ടണം, പുതുവസ്ത്രമണിയിക്കണം. ആ ചെറുപ്പക്കാരനെ പള്ളിയിൽ കൊണ്ടുവന്ന് ജനാസ നിസ്കരിക്കണം, ചുമലുകളിൽ ചുമന്ന് കൊണ്ടുപോകണം. അല്ലാഹുവേ, ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ എന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. ആ ചെറുപ്പക്കാരന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഹബീബ് നിസ്കരിച്ചു, സ്വഹാബികൾ മയ്യത്ത് നിസ്കരിച്ചു. പുണ്യനബി തങ്ങളുടെ കൈകളാൽ ആ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് വെക്കുകയാണ്. എത്രയാ ചെയ്തത്? ഏതാനും മിനിറ്റുകൾ എടുത്തിട്ടില്ല ഒരു ചെറുപ്പക്കാരന് സ്വർഗം ലഭിക്കാൻ. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസാന നേരം പുണ്യനബി തങ്ങളുടെ ദീനിൽ ആളക്കൂട്ടാനല്ല ഇത് ചെയ്തത്. ആ ചെറുപ്പക്കാരന് വരാൻ പോകുന്ന ലോകം എന്താണെന്ന് ബോധ്യമുള്ള പ്രവാചകർ ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരു സഹായം ചെയ്തതാണ്. ആ ഒരു ദൗത്യ നിർവഹണം നമ്മളെ കൊണ്ട് ആരെങ്കിലും വിശ്വാസവും നന്മയും സദാചാരബോധവും നന്മയും നീതിബോധവും സ്വത്വവും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഒരാൾ നന്നാവലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടുന്നത്, നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വരുമ്പോൾ നമ്മുടെ അയൽപക്കങ്ങളിലെ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, ഇതുവരെ നിസ്കാരത്തിൻ്റെ മധുരമറിയാത്തവർ, അവരെ ഒന്ന് കൈപിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുവരുന്നത്, അവർക്കും നിസ്കരിക്കാനൊരിടം, അള്ളാഹുവിനോട് സംസാരിക്കാനൊരവസരം, പടച്ചവനെക്കുറിച്ച് കേൾക്കാനവസരം, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒരവസരം കൊടുത്തു നോക്കി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തൗബ ചെയ്തു വരുന്ന മക്കളുടെ ഈമാൻ സാധാരണക്കാരുടെ ഈമാൻ പോലെയല്ല. തൗബ ചെയ്ത് തെറ്റുകൾ ചെയ്ത് മടുത്ത് ഇനി മതി എന്ന് പറഞ്ഞു നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ അവസരം കിട്ടിയ ആളുകൾ, ആ ആളുകളുടെ ഈമാനിന്റെ ഖനം സാധാരണ വിശ്വാസികളുടേതുപോലെയാവില്ല, അതിലും വലുതായിരിക്കും. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയം നൊന്ത് കരയുന്ന, പേടിച്ച് കരയുന്ന, കണ്ണുകൾ നനയുന്ന
ആളുകളുടെ അടുത്ത് പോയി നിൽക്കണേ, നിങ്ങളുടെ ഈമാനിന് കരുത്തുണ്ടാകും. അവരാരാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞത്, തെറ്റുകൾ ചെയ്ത അല്ലാഹുവിലേക്ക് നന്നായി തിരിച്ചു വന്ന ആളുകൾ. അവരുടെ മനസ്സ് പെടയും, അവർ കരയും, അവർ പൊട്ടിക്കരയും. അത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നനയാൻ ഇടമാകും. ആരുടെയെങ്കിലും കണ്ണുകൾ അള്ളാഹുവിനെ പേടിച്ച് കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ പൊഴിച്ച കണ്ണുകൾക്ക് നാളെ നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റമളാനിനെ നല്ല നിലക്ക് സ്വീകരിച്ച് ആനയിച്ച് അള്ളാഹുലേക്ക് മനസ്സുകൊണ്ടെടുക്കാനും പടച്ചവനെ സ്നേഹിക്കാനും അമലു സ്വാലിഹാത്ത് ധാരാളം ദിക്റും ഖുർആൻ ഖതം തീർക്കുകയും ഒരുപാട് അദ്കാറുകൾ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും സകാത്തും സദഖയും ഇഫ്താറുകളും സംഘടിപ്പിച്ച് അള്ളാഹുലേക്ക് ധാരാളം അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു പാപമോചനം നൽകുന്ന ഉതഖാഉം മിനന്നാർ, നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെണ്ണുങ്ങൾ കഥ പറഞ്ഞ് തീർന്നിട്ടില്ല സംഭവം. നമ്മൾ നിർത്തിയല്ലേ, ഒരു കഥഞ്ഞ് ബാക്കി നാളെ പറഞ്ഞോളൂ അല്ലേ. കുട്ടികളാണോ വലിയവരാണോ നല്ല സംസാരം കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ മിണ്ടാണ്ട് ഇരുന്ന് കേട്ടില്ലേ, ഒരിപ്പോൾ എത്ര കഥ ഇടിഞ്ഞ് ബാക്കി നാളെ പറയട്ടോ എന്ന് പറഞ്ഞിട്ടപ്പോൾ അവിടെ എണീക്കുക. അപ്പോൾ അവരൊരുപാട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്. നമ്മൾ പ്രവർത്തനത്തിലൂടെ ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ. ഓരോരുത്തരെയും രണ്ട് തരം ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലാഹു ആണിനും പെണ്ണിനും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ വർത്തമാനം പറഞ്ഞൊക്കെ പെണ്ണുങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ കുട്ടികളായിരിക്കും സംസാരിക്കുക. അവർക്കിപ്പോൾ ആദ്യം വേണമെന്നൊന്നും അറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ പടച്ചവനെക്കുറിച്ചുള്ള വർത്തമാനം